ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, 2 മക്കബായർ 8-18 വചനമൊന്ന് ധ്യാനിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. അവൻ വീണ്ടും പറഞ്ഞു, നമുക്ക് എതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ നമുക്ക് എതിരെ ഏതൊരു ശത്രുവിൻ്റെ ശല്യമുണ്ടായാലും ലോകം മുഴുവനെ തന്നെയും തറ പറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വിസ്മയകരമായ സജീവ സാന്നിധ്യമുള്ള ശക്തിയിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏത് വിധത്തിലുള്ള ഒരു ആക്രമണത്തെ നേരിടാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ വചനം ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അത് ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ സഭയെ, സംവിധാനത്തെ, കത്തോലിക്ക വിശ്വാസത്തെ ഒക്കെ പീഡിപ്പിക്കുന്ന, അതിനായി വേഷം കെട്ടിയിറങ്ങിയ സാത്താൻ സേവകക്കാരുടെ പുതിയൊരു സിനിമയൊക്കെ സംബന്ധിച്ച് ഒട്ടേറെ മനസ്സിൽ വേദനിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരുന്നു. അതോടെ ആ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും അതിന് ബാക്കിയായിട്ട് ഒന്നുകൂടെ ചെയ്യാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വചനം ഇതൊന്നും ചേർത്ത് വെച്ചാലേ നമുക്കതിലൊരു പൂർണ്ണമായ ക്ലാരിറ്റിയിലേക്ക് വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ, പൗലോസ് മിന്നലൊളി ഏറ്റ നിലത്ത് വീണ് കിടക്കുന്ന സാഹചര്യം. അപ്പോൾ ഒരു ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ നീ പീഡിപ്പിക്കുന്ന ഈശോ ആണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ 15-ാമത് വചനം പറയുക, ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്കൊട്ട് ശുഭകരമല്ല. പ്രിയമുള്ളവർ, ഇവിടെ ഇതാ ഇരുമ്പാണിയിൽ തൊഴിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇരുമ്പാണിയിൽ ഓൾറെഡി ഈ സാത്താൻ സേവകരും അവരുടെ അനുചരന്മാരും ഇതാ ഓൾറെഡി ഇരുമ്പാണിയിൽ തൊഴിച്ചു കഴിഞ്ഞു. ഇരുമ്പാണിയിൽ തൊഴിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഫലനം ചില്ലറയൊന്നുമല്ല എന്നറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കത്തോലിക്ക വിശ്വാസത്തെ, ക്രിസ്തീയ വിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ലോകത്തിലെമ്പാടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമാണ് ക്രിസ്ത്യാനികൾ. എന്തുകൊണ്ടാണ് ഈ ക്രിസ്തീയ മതത്തെയും സംവിധാനത്തെയും അവരുടെ പ്രാർത്ഥനാ രീതിയെയും എല്ലാം ഇതുപോലെ പീഡിപ്പിക്കാൻ സാത്താൻ മുൻകൈ എടുക്കുന്നത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ, ദൈവപുത്രൻ്റെ സജീവ സാന്നിധ്യം ഉള്ള ഒരിടം അതുമാത്രമേ ഉള്ളൂ. സജീവമായ സാന്നിധ്യം, ദൈവ സാന്നിധ്യം പൂർണ്ണതയുള്ള. അതുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി, കാരണം യുദ്ധം പിശാചും ദൈവവുമായിട്ടാണല്ലോ, ആ യുദ്ധത്തിൽ നമ്മളെ തകർക്കാൻ, ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ, ദൈവത്തിൻ്റെ സുരക്ഷിത മേഖല നമ്മളെ മാറ്റി നിർത്താൻ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ നമ്മളെയൊക്കെ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അധ്വാനിക്കുന്നതും എല്ലാം സ്വർഗത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ്. ആ യുദ്ധം സ്വർഗത്തിൽ എത്താതിരിക്കാൻ വേണ്ടി യുദ്ധമാണ് പിശാച് നമ്മളുടെ മേലെ അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതിൻ്റെ ബാക്കിയായി പറഞ്ഞാൽ, നമ്മുടെ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചേർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമെന്ന്. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് തന്നെ തിരിച്ചു വന്ന് നോക്കിക്കഴിയുമ്പോൾ, സാധാരണഗതിയിൽ സിനിമയിൽ മദ്യപിക്കുന്നതോ പുകവലിക്കുന്നതോ ഒക്കെ പാകം ചിത്രീകരിക്കാൻ നിയമപരമായ അധികാരമില്ല. അഥവാ അങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യാൻ പെർമിഷൻ അങ്ങനെ ചെയ്യാം. ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് എഴുതി കാണിക്കണം, ഇത് നിയമപരമായി തെറ്റാണ്, ഇത് പാടില്ലാത്തതാണെന്ന്. എന്നെ അതിശയിപ്പിച്ച കാര്യം അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുമ്പോൾ, മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങൾ മനോഹരമായി ഒരു സിനിമയിൽ ചിത്രീകരിക്കുമ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എവിടെ നമ്മുടെ സെൻസർ ബോർഡ് എന്തിനാണ് ഇവർക്ക് ശമ്പളം എടുത്തിരിക്കുന്നത്? ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ നിർമ്മിതാക്കളുടെയും സംവിധായകരുടെയും പിണിയാളുകളാണോ? നമ്മുടെ അഭിമാനം തോന്നേണ്ട വസ്തുതകൾ അപമാനത്തിന് വക നൽകുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം 25 വെട്ടുമെന്ന് ഇതിൻ്റെ സിനിമയുടെ ആളുകൾ, അധികാരികൾ, സംവിധായകൻ, നിർമ്മിതാവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് 25 സ്ഥലത്ത് അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് തെറ്റുപറ്റുണ്ടെന്ന് അവരെ അംഗീകരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഇത്രയും വേദനിപ്പിക്കുമെന്ന് അവർ ഓർത്തില്ലെന്ന്. മറ്റുള്ളവരെ ഇത്രയും വേദനിപ്പിക്കുമെന്ന് ഓർത്തില്ലെങ്കിൽ അത് ഇവർക്ക് എന്ത് മുന്നൊരുക്കമായി പിന്നിൽ നടത്തിയിരിക്കുന്നത്? ഇതിനെപ്പറ്റി എത്രയോ പ്ലാനും ചർച്ചയും, ഒരു സിനിമയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എത്രയോ വലിയ പ്ലാനിങ്ങും ചർച്ചയും നടക്കുന്നേ.
അവിടെ ഒന്നും ഇത് വന്നില്ലെന്ന് പറയുന്നതൊക്കെ നമ്മളെ ഇവിടുന്ന് കളിയാക്കുന്ന തത്തുല്യമാണ്. എന്നാൽ ആ 25 വെട്ടിനകത്ത് ക്രിസ്ത്യാനികളെക്കെതിരെ പറഞ്ഞിരിക്കുന്ന വളരെയേറെ കാര്യങ്ങളുണ്ട്. അവിടെ അതൊന്നും പിൻവലിക്കുന്നതായും പറഞ്ഞിട്ടില്ല. കത്തോലിക്ക സഭ ഈ കാര്യത്തിൽ ശരിയായ നിലപാടെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ അവർ കത്തോലിക്ക സഭ ഇതിനെതിരെ കേസ് കൊടുക്കണം. ഒരു 15-ൽ പരം ഒഫൻസ് ഉണ്ട്. ഞാൻ കാണിച്ചത് 15-ൽ പരം ഒഫൻസിൻ്റെ അകത്തോണ്ട് കേസ് കൊടുക്കാവുന്ന, അത് കേസ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത് തിരിച്ചറിയണം. അതുകൊണ്ട് സഭയ്ക്കെതിരെ എന്തുമാകാം. സഭ അത് കാരണം പത്രോസാകുന്ന പാറമേൽ പണിത സഭയെ ശത്രുക്കളെ യാതൊരു നരകവാണ് പ്രബലപ്പെടുകയില്ല എന്നൊരു സത്യം തന്നെ. എന്നാലും ബാക്കിയുള്ള എല്ലാ വിശ്വാസങ്ങളും ഒരുപോലെയെല്ലാം തിരിച്ചറിഞ്ഞണം. അതുകൊണ്ട് സഭ ഇതിനെതിരെ നിലപാടെടുക്കണമെന്നുള്ള ശക്തമായ അഭിപ്രായം എനിക്കുണ്ട്. ഈ പത്രോസാകുന്ന പാറമേൽ സ്ഥാപിച്ച ഈ പള്ളിക്കെതിരെ ആരെങ്കിലും പ്രബലപ്പെട്ടാൽ അത് അവർ ഇരുമ്പാണിയാണ് ഒഴിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ഇത്രയും ഗൗരവകരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ സഭ കുറേ കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട്. പക്വതയോടെ നിൽക്കണം, പക്ഷേ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ സമരം ചെയ്യുന്നുണ്ട്. എന്താണ് അവകാശങ്ങൾക്ക് വേണ്ടി സമരം നോക്കും, അതിലൊക്കെ എത്രയോ അതിന് ഒത്തിരി കുറ്റം പറയാൻ തക്ക ഒരു മേഖലകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ 80% 50-50 വെച്ച് വീതിക്കേണ്ട 80% മറ്റൊരു വിഭാഗത്തിലേക്ക് പോകുന്നു. 20% എത്രയോ വർഷങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് അതിനൊക്കെ എന്ത് ഉണർവുള്ള പ്രവർത്തനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ കുറേ ആർജവത്തോടെ പ്രവർത്തിക്കാൻ, തൻ്റെ അടുത്തോടെ പ്രവർത്തിക്കാൻ, ധീരമായി പ്രവർത്തിക്കാൻ ഉള്ള ഒരു മനസ്ഥിതി കൊണ്ടാണ്, ഇച്ഛാശക്തി ഉണ്ടാകണം. അത്തരത്തിലുള്ള ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ആത്മശക്തിക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.